എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്ന വിഷയം കിഡ്നി രോഗങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റലിലെ പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് KG ആണ്. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സമൂഹത്തിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകളെ വളരെ സീരിയസ് ആയി ബാധിക്കുന്ന ഒരു രോഗമാണ് കിഡ്നി ഫെയിലിയർ, അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ആക്ച്വലി നമുക്ക് കിഡ്നിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ വിവിധ കിഡ്നി രോഗങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോട് നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പേ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കിഡ്നി? ഞങ്ങളെല്ലാവർക്കും 2 കിഡ്നി ഉണ്ട്. ഓക്കെ, 2 കിഡ്നി എന്താ വർക്ക് ആക്കുന്നുണ്ട്. മെയിൻ കിഡ്നി ഫങ്ഷൻ കിഡ്നി ഫിൽട്ടർ ആക്കുന്നത്. ഞങ്ങളെ ബോഡിയിൽ ഡെയിലി വേസ്റ്റ് തയ്യാറാവുന്നുണ്ട്, കുറേ വേസ്റ്റ് തയ്യാറാവും. ഈ വേസ്റ്റ് കിഡ്നി റിമൂവ് ആക്കും. കിഡ്നി ഉള്ള ഫിൽട്ടർ ഉണ്ട്. ഒരു കിഡ്നിയിൽ 10 ലക്ഷം ഫിൽട്ടർ ഉണ്ട്. സോ 2 കിഡ്നി കൂടിക്ക് ടോട്ടൽ 20 ലക്ഷം 20 lakh ഫിൽട്ടർ ഉണ്ട്. ബ്ലഡ് ഹാർട്ടിൻ്റെ ഫിൽട്ടറുള്ള പോയിക്ക് തിരിച്ച് റിട്ടേൺ പോകും. ബ്ലഡിൽ വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് ക്രിയാറ്റിനിൻ, യൂറിയ, ഇതെല്ലാം വേസ്റ്റ്. ഈ വേസ്റ്റ് ബ്ലഡിൽ ഈ ഫിൽട്ടർ ആക്കി യൂറിನಲ್ಲಿ പോകും. ഇത് നോർമൽ കിഡ്നി ഫങ്ഷൻ. സോ വേസ്റ്റ് എടുക്കുന്നത് കിഡ്നിದು വൺ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഇത് ഈ 20 ലക്ഷം ഫിൽട്ടർ വർക്ക്. ಬೇರೆ എന്താ കിഡ്നി ഞങ്ങൾ നോർമൽ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കും, ഒരാൾ 4 ലിറ്റർ വെള്ളം കുടിക്കും, ഒരാൾ 1.5 ലിറ്റർ വെള്ളം കുടിക്കുമെങ്കിൽ. ബട്ട് ഞങ്ങളെ ബോഡിയിൽ നോർമൽ വെള്ളമുണ്ട്. അധികവോ ആവുന്നില്ല, കുറവോ ആവുന്നില്ല. ഈ നോർമൽ ബാലൻസ് മെയിൻറ്റെയിൻ ആക്കുന്നത് കിഡ്നി. നോർമൽ സോഡിയം ബാലൻസ്, സോൾട്ട് ബാലൻസ്. ഇപ്പോൾ ಕೆಲವಾൾ അധിക ഉപ്പ് എടുക്കുന്നുണ്ട്, ಕೆಲವಾൾക്ക് കുറവ് ഉപ്പ് എടുക്കും. ബട്ട് ബോഡിയിൽ നോർമൽ സോഡിയം മെയിൻറ്റെയിൻ ആക്കുന്നത് ഈ കിഡ്നി. നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ആക്കുന്നതും കിഡ്നി വേണം. കിഡ്നി എന്താണ് പ്രോബ്ലമായി, ബ്ലഡ് പ്രഷർ അധികമാവും. സോ നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ആക്കുന്ന കിഡ്നി വേണം. ಮತ್ತು കിഡ്നി ಇನ್ನೊಂದು ചോറ് തയ്യാറാക്കുന്ന കിഡ്നി വേണം. കിഡ്നി ഉള്ള ഒരു ഹോർമോൺ തയ്യാറാവുന്നുണ്ട്, അത് എറിത്രോപോയറ്റിൻ. അത് ഞങ്ങൾ ബോണിനുള്ള പോയിക്ക് അവിടെ നോർമൽ ഹിമോഗ്ലോബിൻ ബ്ലഡ് തയ്യാറാവുന്ന ആ ഹോർമോൺ വേണം. സോ കിഡ്നി നോർമൽ ഹിമോഗ്ലോബിൻ തയ്യാറാക്കുന്നേ വേണം. ಮತ್ತೆ ನಾರ್ಮಲ್ ಬೋನ್ ಫಂಕ್ಷನ್க்கு ಎಲ್ಲಿ ನಾರ್ಮಲ್ ಇರುತ್ತದೆ, ನಾರ್ಮಲ್ ವಿಟಮಿನ್ ಡಿ വേണം. ಆ ವಿಟಮಿನ್ ಡಿ ನಾರ್ಮಲ್ ಲೆವೆಲ್ ಮೇಂಟೈನ್ ಆಕನೆ കിഡ്നി വേണം. കിഡ്നി ഉള്ള ഒരു കെമിക്കൽ തയ്യാറാവുന്നുണ്ട്, അത് ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി എന്താ ഞങ്ങൾ സ്കിന്നിൽ തയ്യാറാവുന്നുണ്ട്. അത് ഒരു ആക്ടിവേറ്റ് ആക്കുന്ന കിഡ്നി വേണം. സോ കിഡ്നിയുടെ ഫങ്ഷൻ എന്തെല്ലാം ഉണ്ട്, ഒന്ന് വേസ്റ്റ് റിമൂവ് ആക്കുന്നത്, നോർമൽ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ആക്കുന്നത്, നോർമൽ സോൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ആക്കുന്നത്, നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ആക്കുന്നത്, ಮತ್ತೆ ನಾರ್ಮಲ್ ಹಿಮೋಗ್ಲೋಬಿನ್ ಮೇಂಟೈನ್ ಆಗ್ತದೆ. ಇದೆಲ್ಲ ಕಿಡ್ನಿದ ಫಂಕ್ಷನ್. ಓಕೆ, ಸೊ ದೀಸ್ ಆರ್ ದ ಇಂಪಾರ್ಟೆಂಟ್ ಫಂಕ್ಷನ್ಸ್ ಆಫ್ ಕಿಡ್ನಿ. ದೆನ್ ವಿ ಕ್ಯಾನ್ ಗೋ ಥ್ರೂ ವಾಟ್ ಆರ್ ದ ಡಿಫರೆಂಟ್ ಟೈಪ್ಸ್ ಆಫ್ ಪ್ರಾಬ್ಲಮ್ಸ್ ಇನ್ ಕಿಡ್ನಿ. ഇപ്പോൾ എന്നത്ര ഡെയിലി കുറേ പേഷ്യൻറ്റ് വരും കിഡ്നി പ്രോബ്ലം ആയിക്ക്. ഓരോരോ ആൾക്ക് ഓരോരോ കിഡ്നി പ്രോബ്ലം ഉണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിഡ്നി പ്രോബ്ലം വിച്ച് ഐ കം അക്രോസ്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഈസ് chronic kidney disease. Chronic kidney disease, short form is CKD. What is CKD, doctor? I will finish of different types of kidney problem. Okay. One type is chronic kidney disease. Okay. Second one what we come across is acute kidney injury. idoru temporary kidney problem. Chronic kidney disease andre CKD. Second one acute kidney injury andre acute kidney failure, temporary kidney failure. And there are various other kidney problems like nephrotic syndrome. ಅದರಲ್ಲಿ ಕಿಡ್ನಿ ಫಿಲ್ಟರ್ ಡ್ಯಾಮೇಜ್ ಆಗಿ ಮೂತ್ರದಲ್ಲಿ ಪ್ರೋಟೀನ್ ಲೀಕ್ ಆವು. ನೆಕ್ಸ್ಟ್ ಅದರ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ಸ್, ಕಿಡ್ನಿ ಉಳ್ಳ ಸ್ಟೋನ್ ಆವ ಸಾಧ್ಯತೆ ಉಂಟು, ಕಿಡ್ನಿಯಿಂದ ಮೂತ್ರ ಪೋವ ಟ್ಯೂಬ್ ಬ್ಲಾಕ್ ಆವ ಸಾಧ್ಯತೆ ಉಂಟು. ಸೊ ಇದೆಲ್ಲ ವೇರಿಯಸ್ ಟೈಪ್ ಆಫ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಉಂಟು. ಇದರಲ್ಲಿ ಮೋಸ್ಟ್ ಕಾಮನ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಅಂದರೆ ಕ್ರಾನಿಕ್ ಕಿಡ್ನಿ ಡಿಸೀಸ್, CKD. ಓಕೆ, ಇದು ಮೋಸ್ಟ್ ಕಾಮನ್ ಟೈಪ್. ಓಕೆ, CKD, you mentioned that CKD. What are the causes of CKD? As I told, CKD is one of the most common kidney problem. Okay. ಇದು ವರ್ಲ್ಡಲ್ಲಿ ನಿಯರ್ಲಿ 10 to 15, ಇಂಡಿಯಾದಲ್ಲೂ ಕೂಡ ಆಲ್ಮೋಸ್ಟ್ 10 to 15% ಆಫ್ ದಿ ಪಾಪ್ಯುಲೇಷನ್ ಸಫರ್ ಫ್ರಮ್ CKD. ಓಕೆ, ಇದಕ್ಕೆ ಮೋಸ್ಟ್ ಕಾಮನ್ ಕಾರಣ ಅಂದರೆ ಡಯಾಬಿಟೀಸ್.
ഡയബറ്റീസ്, സെക്കൻഡ് ഈസ് ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, സെക്കൻഡ് ಹೈ ಬ್ಲಡ್ ಪ್ರೆಷರ್. ಇದು రెండు ಮೋಸ್ಟ್ ಕಾಮನ್ ಕಾರಣ. ಕ್ರಾನಿಕ್ ಕಿಡ್ನಿ ಡಿಸೀಸ್ ಅಂದ್ರೆ ಏನಂದ್ರೆ ದೀರ್ಘಕಾಲ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್, ಅಂದ್ರೆ ಲಾಂಗ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್. ಅಂದ್ರೆ ಇದು ಯೂಶಲಿ ಸ್ಲೋಲಿ ಸ್ಟಾರ್ಟ್ ആവും. ഇറിവേഴ്സിബിൾ കിഡ്നി പ്രോബ്ലം. ഒരു സത്തി ക്രോണിക് കിഡ്നി ഡിസീസ് വന്നിട്ടുണ്ട്, അത് റിവേഴ്സ് ആവുന്നില്ല, ಅದನ್ನ നോർമൽ ആക്കണേ ആവുന്നില്ല. എങ്കിൽ ജസ്റ്റ് ഡിസീസിനെ സ്ലോ ആക്കണേ ആവും, ക്യൂർ ഇല്ല. ഒരു ആൾക്ക് സപ്പോസ് CKD വന്നിട്ടുണ്ടോ, ಅದಕ್ಕೆ ക്യൂർ ഇല്ല, ജസ്റ്റ് അത് ഡിസീസ് എങ്ങൾക്ക് സ്ലോ ആക്കണേ ആവും. ഇത് സ്ലോലി പ്രോഗ്രസ് ആവുക ഡിസീസ്. ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലേ ഫാസ്റ്റലി കുടിക്ക് പോകും, ട്രീറ്റ്മെന്റ് എടുത്ത് ಸ್ಲೋಲಿ കുടിക്ക് പോകും. ಸೊ ಇದು CKD ಅಂದ್ರೆ ಇರ್ರಿವರ್ಸಿಬಲ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್. ಇದಕ್ಕೆ ಮೇನ್ ರೀಸನ್ ಡಯಾಬಿಟೀಸ್. ಸೆಕೆಂಡ್ ಮೋಸ್ಟ್ ಕಾಮನ್ ಕಾರಣ ಅಂದರೆ ಹೈ ಬ್ಲಡ್ ಪ್ರೆಷರ್. ಮತ್ತು ಅದ ಬೇರೆ ಕಾರಣ ಉಂಟು, ಕೆಲವು ಹೆರಿಡಿಟರಿ ಪ್ರಾಬ್ಲಮ್ ಉಂಟು, ಜನ್ಮದಿಂದವೇ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮು. ಮತ್ತು ಕಿಡ್ನಿಲಿ ಸ್ಟೋನ್ ಆಯು, ಕಿಡ್ನಿ ಸ್ಟೋನ್ ಮೂತ್ರಪೋವ ಟ್ಯೂಬ್ ಬ್ಲಾಕ್ ಆಯು ಸ್ಟೋನಿಂದ, ಅದರಿಂದ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆವು. ಮತ್ತು ಅದ ಕೆಲವು ಇನ್ಫೆಕ್ಷನ್ ಉಂಟು, ಅದರಿಂದನೂ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಆಗುವ ಸಾಧ್ಯತೆ ಉಂಟು. ಕೆಲವು ಕಂಡೀಷನ್ಸ್, ಆಟೋ ಇಮ್ಯೂನ್ ಡಿಸೀಸ್ ಅಂದರೆ ಬಾಡಿದು ಇಮ್ಯೂನ್ ಸಿಸ್ಟಮ್ ಅದು ಕಿಡ್ನಿನ ಡ್ಯಾಮೇಜ್ ಆಕು, SLE ಇದೆಲ್ಲ ಉಂಟು. ಸೊ ಈ ಪ್ರಾಬ್ಲಮ್ಲೆಲ್ಲ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆವ, ಕ್ರಾನಿಕ್ ಕಿಡ್ನಿ ಡಿಸೀಸ್ ಆಗುವ ಸಾಧ್ಯತೆ. See doctor, you just mentioned that hereditary problem, blood pressure and also diabetic patient. See, such a patient, they should be cautious about this kind of diseases. Yes. See, many people with these diseases, means patient with diabetes, patient with high blood pressure, they should undergo regular kidney checkup to find out whether they have developed a kidney problem. Avarku endar kidney sugar, ella sugar patient alu regularly sugar BP alu once in a year minimum once in a year blood test, urine test idella check akiki kidney problem endar start aayitunda nokadu vedu. endakundala early stage alli angle treatment aaki result better kit. ಲೇಟ್ ಆಯ ಶೇಷ ಟ್ರೀಟ್ಮೆಂಟ್ಗೆ ರಿಸಲ್ಟ್ ಹತ್ರ ನೆಲ್ಲ ಬರ್ನಿಲ್ಲ. ಓಕೆ. ಸಿ ಸರ್, ವಾಟ್ ಆರ್ ದ ಸಿಂಪ್ಟಮ್ಸ್ ಆಫ್ CKD ಸರ್? CKD ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും സിംറ്റം വരുന്നില്ല. കുറേ ആൾ ഞങ്ങളത്ര വരും, അതെന്തോ വേറെ പ്രോബ്ലമുക്ക് അവർ ഡോക്ടർ അത്ര പോകും. അവർ റെഗുലർ സപ്പോസ് പനി വന്നിക്ക് ഡോക്ടർ അത്ര പോകും, ഡോക്ടർ എല്ലാം റെഗുലർ ചെക്കപ്പ് ആക്കും. അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റ് ആക്കുമ്പോൾ, ഇല്ല യൂറിൻ ടെസ്റ്റ് ആക്കുമ്പോൾ, ഇല്ല സ്കാനിങ് ആക്കുമ്പോൾ അറിവാവും ഇത് കിഡ്നി പ്രോബ്ലം ഉണ്ട്. സോ കുറേ ആൾക്ക് അവർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ CKD ഉണ്ട് കൂടെ സിംറ്റം വരുന്നില്ല, ഒന്നും സിംറ്റം വരുന്നില്ല. ಅದು ಸಿಂಪ್ಟಮ್ ಬರೋದು ಲೇಟರ್ ಸ್ಟೇಜ್. ಸೊ ಅರ್ಲಿ ಸ್ಟೇಜಲ್ಲಿ ಒಂದು ಸಿಂಪ್ಟಮ್ ಇಲ್ಲ. ಕೊರೆ ಆಳಕ್ಕೆ 90% ಅಧಿಕ ಕಿಡ್ನಿ ಡ್ಯಾಮೇಜ್ ಆದ ಶೇಷವೇ ಸಿಂಪ್ಟಮ್ ಬರೋದು. ಸೊ ಇದು ಎಂದೆಲ್ಲ ಸಿಂಪ್ಟಮ್ ಬರು, ಕೆಲವಾಳಕ್ಕೆ ಮೂತ್ರ ಕೊರವಾವು, ಕೆಲವಾಳಕ್ಕೆ ಕಾಲಲ್ಲಿ ಮುಖದಲ್ಲಿ ಬೀಕ ವರ್ಣೆ ಸ್ಟಾರ್ಟ್ ಆವು, ಕೆಲವಾಳಕ್ಕೆ ಮೂತ್ರದಲ್ಲಿ ಚೋರೆ ಪೋವು, ಕೆಲವಾಳಕ್ಕೆ ಶ್ವಾಸ ಮುಟ್ಟು ಬರು, ಕೆಲವൾക്ക് ജസ്റ്റ് BP അധികമാവും, ബ്ലഡ് പ്രഷർ അധികമാക്കി ഡോക്ടർ അത്ര പോകും. അപ്പോൾ അത് ടെസ്റ്റ് ആക്കുമ്പോൾ അറിവാവും ഓക്കെ ഇത് കിഡ്നി പ്രോബ്ലം ഉണ്ട്. സോ ഇതെല്ലാം യൂഷ്വലി കിഡ്നി. ಕೆಲವൾക്ക് അഡ്വാൻസ് സ്റ്റേജ് കുറേ പ്രോബ്ലം കിഡ്നി ഫെയിലൂർ അഡ്വാൻസ് സ്റ്റേജ് പോയ ശേഷം വിശപ്പ് കുറവാവും, ഛർദി വരും അവർക്ക്, കുറച്ച് ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ കടക്കുമ്പോൾ ശ്വാസം മുട്ട് വരും. സോ ഇതെല്ലാം കിഡ്നി ഫെയിലൂർ സിംറ്റംസ്. അഡ്വാൻസ് സ്റ്റേജിൽ ಇನ್ನೂ അഡ്വാൻസ് ആയി ಮತ್ತೆ ബോധവേ പോവാൻ സാധ്യത ഉണ്ട്. Then how to detect the CKD, doctor? ഇത് ആസ് ഐ ടോൾഡ് earlier, ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സിംറ്റം ഒന്നും പേഷ്യൻറ്റ്ക്ക് ഇരുന്നില്ലേ, ടെസ്റ്റ് ആക്കി അറിവാവും. സോ യൂഷ്വലി ഞങ്ങൾ എന്ത് ടെസ്റ്റ് ആക്കി അറിവാവും? ഒന്ന് സിമ്പിൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ಮತ್ತು യൂറിൻ ടെസ്റ്റ്, ഇഫ് റിക്വയർഡ് കിഡ്നി ಅಲ್ಟ್ರಾಸೌಂಡ್ ಸ್ಕ್ಯಾನಿಂಗ್ ಹಾಕಿ ನೋಕೋದು വേണം. ಬ್ಲಡ್ ಟೆಸ್ಟಲ್ಲಿ ಎಂದ ನೋಕೋದು വേണം? ಬ್ಲಡ್ ಟೆಸ್ಟಲ್ಲಿ ಕ್ರಿಯಾಟಿನಿನ್, ബ്ലഡിൽ ക്രിയാറ്റിനിൻ, യൂറിയ, ഈ രണ്ട് ടെസ്റ്റ് ആക്കി ഞങ്ങൾക്ക് അത് എന്തായിട്ടുണ്ട് നോക്കണേ. കിഡ്നി ഫെയില്യൂർ ആയി ഇത് വേസ്റ്റ്, ക്രിയാറ്റിനിൻ യൂറിയ ഞങ്ങളുടെ ബോഡിയിൽ തയ്യാറാവുക വേസ്റ്റ്. കിഡ്നി ഫെയില്യൂർ ആയ ടൈമിൽ ഈ ക്രിയാറ്റിനിൻ കൂടിക്ക് പോകും. സോ ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ടോ ಅದರ ಅರ್ಥ കിഡ്നി ഫെയില്യൂർ ആയിട്ടുണ്ട്. So next, excuse me doctor, what is the level of creatinine there? Normally it will depend on the weight of the patient. And build of the patient, whether male or female. So ಇದು ಎಲ್ಲ ಸೈಜ್ ಮೇಲೆ ಡಿಪೆಂಡ್ ಆகும். ಆನ್ ಆನ್ ಅವರೇಜ್ ಅವರು 1.2 ಹಂಗೆ എടുക്കണം. ചെറിയ കുട്ടികളിൽ ഇവർ 0.6 0.4 നോർമൽ. ಸೊ ಹೆಫ್ಟಿ ಬಿಲ್ಟ್ ಆಳಕ್ಕೆ 1.2 1.4 നോർമൽ ಇರೋ ಸಾಧ್ಯತೆ ಉಂಟು. ಸೊ ಇದು ಕ್ರಿಯಾಟಿನ್ ഒരു ಇಂಪಾರ್ಟೆಂಟ್ ಬ್ಲಡ್ ಟೆಸ್ಟ್, ಯೂರಿಯಾ ನೆಕ್ಸ್ಟ್, ಮತ್ತೆ ಯೂರಿನ್ ಟೆಸ್ಟ್ ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್. ಯೂರಿನಲ್ಲಿ ಪ್ರೋಟೀನ್ ಎಂದಾರು പോകുന്നുണ്ട നോക്കുന്നത് വേണം. കിഡ്നി പ്രോബ്ലം ആയി ഫിൽട്ടർ ഡാമേജ് ആയി യൂറിನಲ್ಲಿ ಪ್ರೋಟೀನ್ ಲೀಕ್ ആവും. ಸೊ യൂറിನಲ್ಲಿ ಬ್ಲಡ್ ಉಂಡಾ ನೋಕನೇ. ಸೊ ಯೂರಿನ್ ಟೆಸ್ಟ್ ಇಂಪಾರ್ಟೆಂಟ್. ಕೆಲವು ಸ್ಟೇಜಲ್ಲಿ ഞങ്ങൾ കിഡ്നി സ്കാനിങ് ആക്കിക്ക് നോക്കൂ. കിഡ്നി സ്കാനിങ്ങിൽ എന്താറും മൂത്ര പോവ ട്യൂബ് ബ്ലോക്ക് ആയിട്ടുണ്ടാ നോക്കൂ.
ഇല്ല കിഡ്നി സൈസ് എങ്ങനെ ഉണ്ട് ചെറുതായിട്ടുണ്ടാ നോക്കണാവും ഇതെല്ലാം കിഡ്നി സ്കാനിങ് ആക്കി അറിയാവും സ്റ്റോൺ ഉണ്ടാ ഇതെല്ലാം അറിയാവും സോ ബേസിക്കലി ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ಮತ್ತೆ ಕೆಲವು ಪ್ರಾവശ്യം ಸ್ಕ್ಯಾನಿಂಗ್ വേണം ഇതെല്ലാം സിമ്പിൾ ടെസ്റ്റ് കിഡ്നി പ്രോബ്ലം ഡിറ്റക്ട് ആക്കുന്നത് ഓക്കെ then after this test sir how to treat CKD ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ല ക്രോണിക് കിഡ്നി ഡിസീസ്ക്ക് ക്യൂർ ഇല്ല ഒരു പ്രാവശ്യം കാലം സ്റ്റാർട്ടായി ಅದಕ್ಕೆ ക്യൂർ ഇല്ല ബട്ട് എങ്ങൾക്ക് സ്ലോ ആക്കണേവും ഡിലേ ആക്കണേവും സപ്പോസ് ഒരാൾ എക്സാമ്പിൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ഒരു കൊല്ലಲ್ಲಿ ഡയാലിസിസ് പോകും ಸೊ ಟ್ರೀಟ್ಮೆಂಟ್ എടുത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റ്പോൺ ആക്കണേവും 5 years 10 years ಹಂಗೆ ಸೊ ಮೇನ್ ಮೋಸ್ಟ್ ಇಂಪಾರ್ಟೆಂಟ್ എന്താ ബ്ലഡ് പ്രഷർ കൺട്രോൾ ബ്ലഡ് പ്രഷർ നോർമൽ ഇരിക്കുന്നത് വേണം ഐഡിയലി അറ്റ്ലീസ്റ്റ് 140/90 ഉള്ള ബ്ലഡ് പ്രഷർ ഇരിക്കുന്നത് വേണം സെക്കൻഡ് ഡയബറ്റീസ് ആൾക്ക് ഷുഗർ കൺട്രോൾ ഇരിക്കുന്നത് വേണം ಮತ್ತೆ ಡಯಟ್ ಇಂಪಾರ್ಟೆಂಟ್ ಡಯಟಲ್ಲಿ ಎಂದ ಹೈ ಪ್ರೋಟೀನ್ വേണ്ട പ്രോട്ടീൻ കുറവ് ഇരിക്കുന്നത് വേണം ഇപ്പോൾ മീറ്റ് നോൺ വെജിറ്റേറിയൻ ഇൻടേക്ക് കുറവാക്കുന്നത് വേണം വെജിറ്റേറിയൻ ഫുഡ് അധികം വേണം ಹೈ ಪ್ರೋಟೀನ್ എടുത്ത് ಅದು ಕಿಡ್ನಿ ಡ್ಯಾಮೇಜ್ ಆಗೋ ಚಾನ್ಸಸ್ ಅಧಿಕ ಉಂಟು ಮತ್ತು ಕೆಲವು ಆൾക്ക് ಕೆಲವು ಸ್ಪೆಷಲ್ ಮೆಡಿಸಿನ್ ಉಂಟು ಆ ಮೆಡಿಸಿನ್ ಯೂಸ್ ಹಾಕಿ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಕೂಡಿಕ್ಕೆ ಹೋಗೋದನ್ನ ಸ್ಲೋ ಹಾಕನೆ ಸೊ ಮೇನ್ ಇಂಪಾರ್ಟೆಂಟ್ ಮೋಸ್ಟ್ ಇಂಪಾರ್ಟೆಂಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಇಸ್ ಬ್ಲಡ್ ಪ್ರೆಷರ್ ಕಂಟ್ರೋಲ್ ಶುಗರ್ ಕಂಟ್ರೋಲ್ ಇದು രണ്ട് ಮತ್ತೆ ಡಯಟ್ ಓಕೆ ಈ ಮೂರು ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಮತ್ತೆ ಕೆಲವು ಆൾക്ക് ಕಾಲಲ್ಲಿ ಬೀಕ ಅಧಿಕ ಬರೋನುಂಟು ಅವರು വെള്ളം കുറവാക്കുന്നത് വേണം ಸೊ ಕೆಲವು ಆൾക്ക് പൊട്ടാഷ്യം അധികം ഉണ്ട് ആ ആൾ ഡയറ്റിൽ ಕೆಲವು ചേഞ്ചസ് ആക്കത് വേണം ബനാന എടുക്കണേ ഇല്ലേ ടെൻഡർ കോക്കനട്ട് ഇളനീര് എടുക്കണേ ഇല്ലേ ഇതെല്ലാം കൺട്രോൾ ആക്കത് വേണം ಕೆಲವು ആൾക്ക് പൊട്ടാഷ്യം അധികം ഉണ്ട് ഓക്കെ ദെൻ ഹൗ ടു പ്രിവെൻറ്റ് നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കിഡ്നി പ്രോബ്ലംസ് സാധാരണ അല്ലെങ്കിൽ നമുക്കറിയാം പ്രേക്ഷകർക്ക് ഡൗട്ട് സംശയങ്ങളുണ്ടാകും ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയാണ് നമ്മളൊരു കിഡ്നി പ്രോബ്ലംസ് ഏതൊക്കെ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ஒன் இஸ் ஹெல்த்தி லைஃப் ஸ்டைல் எங்களது ஹெல்த்தி இருக்குது வேணும் எங்களை எடுக்க ஃபுட்டு நல்ல ஃபுட்டு வேணும் ಲೆಸ್ ಆಯಿಲ್ ಫುಡ್ കുറവ് വേണം നോൺ വെജിറ്റേറിയൻ കുറവാക്കുന്നത് വേണം വെജിറ്റേറിയൻ ഫുഡ് അധികം എടുക്കുന്നത് വേണം ഫ്രൂട്ട്സ് അധികം എടുക്കുന്നത് വേണം ഹെൽത്ത് ഡെയിലി വാക്കിംഗ് മിനിമം 20 to 30 minutes എല്ലാവരും നടക്കുന്നത് വേണം ബ്രിസ്ക് വാക്കിംഗ് 20 to 30 minutes ബ്രിസ്ക് വാക്കിംഗ് ಮತ್ತೆ ವೇದನೆ ಗುಳಿಗೆಲ್ಲ ಎಡಕ್ಕೆ എടുക്കുന്നത് നല്ലതല്ല അവരെ പോയിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ವೇದನೆ ഗുളിക കഴിച്ച് അത് കിഡ്നി ഫെയിലിയർ ആവാൻ ചാൻസസ് ഉണ്ട് നല്ല വെള്ളം കുടിക്കുന്നത് വേണം അവർക്ക് ദാഹം എത്ര ഉണ്ട് അത്ര മിനിമം വെള്ളം നല്ല കുടിക്കുന്നത് വേണം സോ മെയിൻ ഷുഗർ പേഷ്യൻ്റ് എന്നുകൊണ്ട് അവർ ഷുഗർ റെഗുലർലി ಚೆಕಪ್ ആക്കുന്നത് വേണം ഷുഗർ കൺട്രോൾ ഉണ്ടാ നോക്കുന്നത് വേണം ഷുഗർ കൺട്രോൾ ഇല്ലേ ഡോക്ടർ കാണിച്ചിട്ട് ഷുഗർ കൺട്രോൾ ആക്കുന്നത് വേണം ഗുളികയാരും ശരി ഇല്ല ഇൻസുലിൻ ആരും ശരി എന്താക്കിയോ അത് ഷുഗർ കൺട്രോൾ ആക്കുന്നത് വേണം ബ്ലഡ് പ്രഷർ ചെക്ക് ആക്കി ബ്ലഡ് പ്രഷർ കൺട്രോൾ ഇരിക്കുന്നത് വേണം സോ ഇതെല്ലാം കൺട്രോൾ ഉണ്ട് കിഡ്നി പ്രോബ്ലം വരാൻ ചാൻസസ് കുറവാകും ഡോക്ടർ ഇപ്പം വിശദമായി പ്രേക്ഷകരോട് സംസാരിച്ചത് CKD കുറിച്ചിട്ടാണ് അതേപോലെ വാട്ട് ആർ ദ കോസസ് ഓഫ് സഡൻ കിഡ്നി ഫെയിലർ അക്യൂട്ട് കിഡ്നി ഫെയിലർ വാട്ട് ആർ ദ മെയിൻ കോസസ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി മെയിൻ രണ്ട് ടൈപ്പ് കിഡ്നി പ്രോബ്ലം ഉണ്ട് ഒന്ന് ക്രോണിക് കിഡ്നി ഡിസീസ് CKD ഇത് പെർമനന്റ് ഡാമേജ് ಇನ್ನೊരു ടൈപ്പ് അതർ സൈഡ് ಟೆಂಪರರಿ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಅದು ಅಕ್ಯೂಟ್ ಕಿಡ್ನಿ ಇಂಜುರಿ AKI ಅಂದರೆ ಅಕ್ಯೂಟ್ ಕಿಡ್ನಿ ಇಂಜುರಿ ಇದು ಟೆಂಪರರಿ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಇದು ಯೂಶ್ವಲಿ ಯಾವುದು ಇನ್ಫೆಕ್ಷನ್ ಆಯ್ಕೆ ಕೆಲವಾൾക്ക് ಲೂಸ್ ಮೋಷನ್ ಆವು ವಾಮಿಟಿಂಗ್ ಆವು ಇಲ್ಲರೆ ಮಲೇರಿಯಾ ಆವು ಇಲ್ಲರೆ ರ್ಯಾಟ್ ಫೀವರ್ ಎಲಿಪನಿ ಬರು ಮತ್ತು ಕೆಲವಾൾക്ക് ಕೋವಿಡ್ ഇപ്പോൾ കോവിഡിಂದನೂ ಎಂಗಳು ಇದು ನೋಕುನುಂಡು ಅಕ್ಯೂಟ್ ಕಿಡ್ನಿ ಇಂಜುರಿ ಇದರಲ್ಲಿ ಟೆಂಪರರಿ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆವು ಇದು ರಿವರ್ಸಿಬಲ್ ಇದು ಕರೆಕ್ಟಾಗಿ ಅರ್ಲಿ അത് കോവിഡ് എഫക്റ്റ് അതായത് കോവിഡ് ബാധിച്ച വ്യക്തിക്കും ഈ അക്യൂട്ട് കിഡ്നി ഫെയിലിയറിനുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങനെയുള്ള കേസസ് ധാരാളം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആവുന്നുണ്ട് കോവിഡിന്നവേ കോവിഡಲ್ಲಿ ಕಿಡ್ನಿ ಜಸ್ಟ್ ಲಂಗ್ಸ್ ಮಾತ್ರ ಅಲ್ಲ ಈವನ್ ಕಿಡ್ನಿ ಉಳ್ಳವು ಕೋವಿಡ್ ವೈರಸ್ ಡಿಟೆಕ್ಟ್ ಆಯಿട്ടുണ്ട് ಸೊ ಕೋವಿಡಿಂದ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆಗುವ ಸಾಧ್ಯತೆ ಉಂಟು ಆಲ್ರೆಡಿ ಮುಂಬವೇ ಆಲ್ರೆಡಿ ಕ್ರಾನಿಕ್ ಕಿಡ್ನಿ ಡಿಸೀಸ್ ಉಂಟು ಅಂದರೆ ಪರ್ಮನೆಂಟ್ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಉಂಟಲ್ಲ ಆ ಆൾക്ക് ಕೋವಿಡ್ ಆಗಿ ಇನ್ನು ಮೋರ್ ಸಿವಿಯರ್ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆവും ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ವರ್ಸ್ ಆവും ಸೊ ಈ ಅಕ್ಯೂಟ್ ಕಿಡ್ನಿ ಇಂಜುರಿ ಯೂಶಲಿ ಇನ್ಫೆಕ್ಷನ್ ಆಯ್ಕೆ ಆವದು ಅದು ಟೆಂಪರರಿ ಕಿಡ್ನಿ ಪ್ರಾಬ್ಲಮ್ ಅರ್ಲಿ ಡಿಟೆಕ್ಟ್ ಆಕಿ ಎಂಗಳ ಅರ್ಲಿ ಸ್ಟೇಜಲ್ಲಿ ಅರಿವಾಗಿ ಕರೆಕ್ಟ್ ಡಾಕ್ಟರ್ ನೋಕಿಕ್ಕೆ ಕರೆಕ್ಟ್ ಟ್ರೀಟ್ಮೆಂಟ್ ಹಾಕಿ ಅದು ರಿವರ್ಸಿಬಲ್ ಓಕೆ റിവേഴ്സിബിൾ കിഡ്നി ഫെയിലിയർ ഈ കോവിഡിന്റെ എന്താ യൂഷ്വലി ഞങ്ങൾ കിഡ്നി ഫെയിലിയർ നോക്കുക അത് റിവേഴ്സിബിൾ കിഡ്നി ഫെയിലിയർ ഈ അക്യൂട്ട് കിഡ്നി ഫെയിലിയറിന് അതിന്റെ ട്രീറ്റ്മെന്റ് എന്നത് ഏത് തരത്തിലാണ്
ಮೆಡಿಸಿನ್ ಈಸ್ ಇನಫ್. ಮೆಡಿಸಿನಿಂದ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಎಂದ ಕಾರಣದಿಂದಾಗಿ ಅದನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ ಹಾಕೋದು ಬೇಡ. ಮಲೇರಿಯಾದಿಂದಾಗಿ ಮಲೇರಿಯಾ ಟ್ರೀಟ್ಮೆಂಟ್, ಕೋವಿಡ್ ಆಗಿ ಕೋವಿಡ್ಗೆ ಟ್ರೀಟ್ಮೆಂಟ್, ಲೂಸ್ ಮೋಷನ್ ಆಗಿ ಅದಕ್ಕೆ ಟ್ರೀಟ್ಮೆಂಟ್. മെയിൻ എന്താ കാരണದಿಂದಾಗಿ ಅದನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ ಹಾಕಿ ಅದು ಯೂಶ್ವಲಿ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ರಿಕವರಿ ಆகும். ഞങ്ങൾ കറക്റ്റ് നോർമൽ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ആക്കുന്നത് വേണം ബോഡിയിൽ. ഇതെല്ലാം നോക്കി അത് കിഡ്നി ഫെയിലൂർ റിക്കവറി ആവും. ಕೆಲವಾൾക്ക് കുറേ സിവിയർ കിഡ്നി ഫെയിലൂർ ആവും, ഡയാലിസിസ് വേണം വരും. ബട്ട് തീർച്ചയായും അത് കംപ്ലീറ്റ് റിക്കവറി ആവും, ഡയാലിസിസ് ഫ്രീ ആവും അവർ. ഓക്കെ ഓക്കെ. സി ഡോക്ടർ, നമ്മളിപ്പോൾ കിഡ്നി, അതായത് കിഡ്നി സ്റ്റോണിനെ കുറിച്ച് സാധാരണ പല ആളുകൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുന്നുണ്ട്. ഈ കിഡ്നി സ്റ്റോൺ കിഡ്നി ഫെയിലിയറിലേക്ക് എത്താൻ കാരണമാകാറുണ്ടോ? അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഏത് തരത്തിലാണ് ഫോം ചെയ്യുന്നത്? ഇപ്പോൾ ಎಲ್ಲರಿಗೂ ಕಿಡ್ನಿ ಸ್ಟೋನಿಂದ ಎಲ್ಲರಿಗೂ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆವನಿಲ್ಲ. ಯೂಶಲಿ ಮೋರ್ ಸಿವಿಯರ್ ಅಂದರೆ ಕಿಡ್ನಿ ಸ್ಟೋನಿಂದ ಬ್ಲಾಕ್ ಆಗಿ ಮೂತ್ರ ಪೋ ಯುರೇಟರ್ ഒരു ട്യൂബ് ഉണ്ട്. മൂത്ര കിഡ്നിಯಿಂದ യൂറിൻ ബ്ലാഡർ പോകുന്ന ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബಲ್ಲಿ ಬ್ಲಾಕ್ ಆಗಿ സ്റ്റോൺ ಬ್ಲಾಕ್ ಆಗಿ ಅದು ಬ್ಯಾಕ್ ಪ್ರೆಷರ್ ಬಿಲ್ಡ್ ಆಗಿ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಆವ ಸಾಧ್ಯತೆ ಉಂಟು. ಸೊ ಕಿಡ್ನಿ ಸ್ಟೋನ್ ಉಂಟು, ಅದು പോയില്ലേ ಬೆಲ್ಲಿ ಸ್ಟೋನ್ ಉಂಟು, ಬ್ಲಾಕ್ ಉಂಟು, ಅದನ್ನು ಸ್ಟೋನ್ನ എടുക്കുന്നത് വേണം. അപ്പോൾ കിഡ്നി ഫെയിലൂർ ആവാൻ ചാൻസസ് കുറവ്. ಕೆಲವಾൾക്ക് ഉള്ള സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ ഉള്ള അത് ഇരിക്കുന്നത് അവർക്ക് അറിവേ ആവുന്നില്ല. അത് സ്ലോലി കുറേ സമയത്തല്ലേ അത് കിഡ്നി ഡാമേജ് ആക്കി പോയി ക്രോണിക് കിഡ്നി ഡിസീസ് ആവും. ಕೆಲವಾൾക്ക് ഡോക്ടർ, നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഫീൽ ചെയ്യുന്നത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ ആണോ, അതല്ലാതെ അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് കിഡ്നി സ്റ്റോണിന്റെ വിഷയം? യൂഷ്വലി സഡൻലി ട്യൂബಲ್ಲಿ ಬಂದಿಕ್ಕೆ ಬ್ಲಾಕ್ ಆಗಿ ಅದು ಸಡನ್ಲಿ ಪೇನ್ ವரும். ಸಡನ್ಲಿ ಪೇನ್ ವரும், ಛರ್ದಿ ಆವು, ಕೆಲವು ವರ್ಷ ಮೂತ್ರ ಪೋನೆ, ವೇದನೆ ವரும், ಮೂತ್ರದಲ್ಲಿ ಚೋರೆ ಪೋವು, ಇದೆಲ್ಲ ಅವಸದೆ. ವೇದನೆ ಮೇನ್ ಸಿಂಪ್ಟಮ್. പെയിൻ വരും, സ്റ്റൊമക് പെയിൻ വരും. സോ അപ്പോൾ വേദന അത് അങ്ങേ സ്റ്റോൺ ഉണ്ട് അറിവാവുന്നത്. ബട്ട് കിഡ്നി ഉള്ള സ്റ്റോൺ ഉണ്ട്, ബ്ലോക്ക് ഇല്ലേ, അവർക്ക് സിംറ്റമേ വരുന്നില്ല. അത് കിഡ്നി ഉള്ള സ്റ്റോൺ ഉണ്ട്, സിംറ്റം വരുന്നില്ല കുറേ ആൾക്ക്. കിഡ്നിಯಿಂದ താഴെ പോയി ട്യൂബിൽ ബ്ലോക്ക് ആയി അപ്പോൾ വേദന വരുന്നത്. കിഡ്നി അകത്ത് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡ്, അത് യൂറോളജിസ്റ്റ് ഡോക്ടർ നോക്കും. സോ സ്റ്റോൺ അത് ഡിപ്പെൻഡ്സ്. അത് മൂത്ര ട്യൂബ് ബ്ലോക്ക് ഉണ്ട്, ചെറിയ സ്റ്റോൺ ഉണ്ട്, യൂഷ്വലി അതേ പോകും. സിംറ്റം കറക്റ്റാಗಿ ಮೆಡಿಕೇಶನ್ ಕೊಟ್ಟರೆ ಅದೇ ಹೋಗೋ ಸಾಧ್ಯತೆ ಉಂಟು. നല്ല വെള്ളം കുടിച്ചിട്ട് ಮೆಡಿಕೇಶನ್ ಕೊಟ್ಟರೆ പോകും. ಬಟ್ സ്റ്റോൺ ಬೆಲ್ಲಿ ഉണ്ട്, അത് യൂറോളജിസ്റ്റ് ഡോക്ടർ ആ സ്റ്റോണിനെ എടുക്കുക. ഓക്കെ ഓക്കെ. സി ഡോക്ടർ, നമ്മളിപ്പോൾ കിഡ്നി ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ കിഡ്നി മാറ്റി വെക്കുന്നതിനെ കുറിച്ച് പിന്നെ ഏത് തലത്തിലാണെങ്കിൽ എപ്പോഴാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കിഡ്നി മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രോണിക് കിഡ്നി ഡിസീസ്, ഇത് ഇറിവേഴ്സിബിൾ കിഡ്നി ഫെയില്യൂർ. ഇത് സ്ലോലി പ്രോബ്ലം കൂടിക്ക് പോകും. സോ അത് കൂടിക്ക് പോയി ഒരു പേഷ്യൻറ്റ് ഒരു സ്റ്റേജ് റീച്ച് ആവും. ആ സ്റ്റേജിൽ അവർക്ക് നോർമൽ ലൈഫ് ലീഡ് ആക്കുന്നേ ആവുന്നില്ല. അവർക്ക് ഛർദി വരും, ശ്വാസമുട്ട് വരും, മൂത്ര പോകുന്നില്ലേ, ബീക്ക വരും, വിശപ്പാവുന്നില്ലേ. സോ ഈ സ്റ്റേജിൽ അവർക്ക് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് വേണം. ആ സ്റ്റേജ് ആൾട്ടർനേറ്റീവ് വൺ ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് ഈസ് ഡയാലിസിസ്, ഇല്ലരെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇത് പെർമനന്റ് ഫെയില്യൂർ ആൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആക്കുന്നത്. ഇതിൽ ಬೇರೆ ಯಾರು ಡೋನರ್ ಉಂಟು, ಐದರ್ ಲಿವಿಂಗ್ ಡೋನರ್ ಇಲ್ಲರೆ ಕೆಡವರ್ ಅಂದರೆ ಡೆತ್, ಬ್ರೈನ್ ಸ್ಟೆಮ್ ಡೆತ್ ಆയ പേഷ്യൻറ്റ് ಅವರ ಕಿಡ್ನಿ എടുത്തിട്ട് റെസിപ്പിയൻറ്റ് ಯಾർക്ക് കിഡ്നി ഫെയിലൂർ ആയിട്ടുണ്ടോ അവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആക്കണേവും. സോ അപ്പോൾ അത് കിഡ്നി വർക്ക് ആവണേ സ്റ്റാർട്ട് ആവും. സോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആക്കുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻറ്റ് അത് അഡ്വാൻസ്ഡ് സ്റ്റേജ് പോയ ശേഷം പെർമനന്റ് ഫെയിലൂർ ആയ ശേഷം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആക്കുന്നത്. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു അത്രയും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണോ? വളരെ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണോ? കിഡ്നി ട്രാൻസ്പ്ലാന്റ് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. അത് കുറേ ഇഷ്യൂസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഡോണർ വേണോ, റെസിപ്പിയൻറ്റ് ഫിറ്റ് വേണോ, മെഡിക്കൽ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ട്, ಅದರಿಂದ ಪರ್ಮಿಷನ್ എടുക്കുന്നത് വേണോ. സോ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. ബട്ട് കറന്റ്ലി ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പെർട്ടൈസ്. വി ക്യാൻ ഡു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സേഫ്ലി. ഇപ്പോൾ കറന്റ്ലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ് റേറ്റ് ഈസ് 99%. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റ് 99% സക്സസ് റേറ്റ് ഉണ്ട്, ഇമ്മീഡിയറ്റ് സക്സസ് റേറ്റ്. സോ അത്ര ഇപ്പോൾ സയൻസ് അത്ര അഡ്വാൻസ് ആയിട്ടുണ്ട്. അത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഹാസ് ബിക്കം വെരി സേഫ് പ്രൊസീജിയർ. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ എത്ര മാസം, അതിൻ്റെ റിക്കവറി സ്റ്റേജ് എത്ര മാസം ഉണ്ടാകും സാർ? യൂഷ്വലി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആക്കിയ ശേഷം യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി യൂറിൻ വരണേ സ്റ്റാർട്ട് ആവും. കുറേ കിഡ്നി ഫെയില്യൂർ ആൾക്ക്
കുറച്ചവും യൂറിൻ വരുന്നില്ല, ഒരു ഡ്രോപ്പ് യൂറിൻ വരും, ഒരു 100 ml 50 ml എത്തും. ബട്ട് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി മൂത്ര വരണേ സ്റ്റാർട്ട് ആവും. ഒരു ദിവസം 4 ലിറ്റർ 5 ലിറ്റർ എല്ലാം മൂത്ര വരണേ സ്റ്റാർട്ട് ആവും. സോ ഇമ്മീഡിയറ്റ്ലി കിഡ്നി ഫംഗ്ഷൻ റിക്കവറി ആവും. യൂഷ്വലി വിത്തിൻ 1 week to 10 days ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും. ഒരു നോർമൽ ലൈഫ് വീട്ടിലേക്ക് പോകുന്നാവും, നോർമലി വീട്ടിൽ എല്ലാം ഇതാക്കുന്നാവും. ബൈ എൻഡ് ഓഫ് 3 months അവർ എല്ലാം നോർമൽ ജോലിക്കെല്ലാം പോകുന്നാവും. യൂഷ്വലി ആഫ്റ്റർ 3 months അവർ എല്ലാം അവർ നോർമൽ മുമ്പ് എന്താ ജോലി പോകുന്നുണ്ടായി അതൊക്കെല്ലാം പോകുന്നാവും. ഡോക്ടർ നേരത്തെ പരാമർശിക്കും ഈ ഡയാലിസിസിനെ കുറിച്ച് പറയും. ഇതിപ്പോൾ സാധാരണ ഓരോ സ്റ്റേജിലായിരിക്കുമല്ലോ കിഡ്നി ഫെയിലർ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കേസസിൽ ഈ പേഷ്യൻ്റ് ഏതൊക്കെ തലത്തിലാണെങ്കിൽ എത്ര പ്രാവശ്യം ഡയാലിസിന് വിധേയമാക്കേണ്ട അവസ്ഥയുണ്ടാകുന്നത്? ഈ ഡയാലിസിസ് ഞങ്ങൾ ബോത്ത് ಪರ್ಮನೆಂಟ್ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಅಂದರೆ ಕ್ರಾನಿಕ್ ಕಿಡ್ನಿ ಡಿಸೀಸಲ್ಲೂ ಹಾಕುನುಂಡು, ಟೆಂಪರರಿ ಕಿಡ್ನಿ ಫೇಲ್ಯೂರ್ ಅಂದರೆ ಅಕ್ಯೂಟ್ ಕಿಡ್ನಿ ಇಂಜುರಿ 2 സ്റ്റേജിലും വേണം. അവർക്ക് കിഡ്നി ഫെയില്യൂർ വെരി സിവിയർ ആയ ശേഷം വിശപ്പ് കുറവുണ്ടോ, ഛർദി ഉണ്ടോ, ശ്വാസമുട്ടുണ്ടോ, മൂത്ര എന്താ പോകുന്നില്ലേ, പൊട്ടാഷ്യം അധികം ഉണ്ടോ, ബോഡിയിൽ ആസിഡ് അധികം ഉണ്ടോ, ആ സ്റ്റേജിൽ ഞങ്ങൾ ഡയാലിസിസ് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. ബോത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് ആസ് വെൽ ആസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. സോ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്, അവർക്ക് പെർമനന്റ് ഡയാലിസിസ് വേണം വരും. യൂഷ്വലി 3 times a week ഡയാലിസിസ് വേണം. ഡയാലിസിസിൽ അവർ ഇല്ലരെ അറ്റ്ലീസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ആവർക്ക് ഡയാലിസിസ് ആക്കുന്നത് വേണം. വീക്ക്ലി 3 times ആക്കുന്നത് വേണം. ഈച്ച് സെഷൻ 4 hours യൂഷ്വലി ഡയാലിസിസ് ആക്കുന്നുണ്ട്. വേറെ ടെമ്പററി കിഡ്നി ഫെയിലിയർ ഉണ്ട്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ട്, അവർ കിഡ്നി ഫംഗ്ഷൻ റിക്കവറി ആവർക്ക് ഞങ്ങൾ ഡയാലിസിസ് ആക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻസ്, അതിൻ്റെ ഫെയിലറിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ, ഈ വിഷയങ്ങളൊക്കെ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് പ്രേക്ഷകരോട് ഈ കിഡ്നി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റ് രീതികളെക്കുറിച്ചും ഒരു പൂർണ്ണമായി കിഡ്നി ഫെയിലർ ആകുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ടെസ്റ്റിലൂടെ അത് കണ്ടെത്താൻ പറ്റുമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ഈ ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരോട് സംസാരിച്ച കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റലിലെ പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പ്രദീപ് KJക്ക് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.